അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ അധ്യാപകർ ഡോക്ടർ റാമും ഡോക്ടർ സംഗീതയുമാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. നിതിന്റെ മരണത്തിൽ പങ്കില്ല എന്നാണ് അധ്യാപകരുടെ വാദം. ആത്മഹത്യയ്ക്ക് കാരണം ലോൺ ആപ്പിന്റെ ഭീഷണിയെന്നും തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. ദന്തൽ കോളേജ് പ്രിൻസിപ്പലിനോട് ദേശീയ ദന്തൽ കമ്മീഷൻ റിപ്പോർട്ട് തേടി കോളേജിൽ കേസ് യൂണിറ്റും ആരംഭിച്ചു. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, 7ാമത്തെ ദിവസമാണ് ഡോക്ടർ റാം പോലീസിന്റെ പിടിയിലാകാതെ രക്ഷപ്പെട്ടു നടക്കുന്നത്. അതിനിടയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി റാമും സംഗീതയും കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. ആദ്യം മുതൽ പ്രതിരോധം ലോൺ ആപ്പ് കേന്ദ്രീകരിച്ചായിരുന്നു. അത് ഈ ജാമ്യ ഹർജിയിലും ആവർത്തിക്കുകയാണ്. മാധു, അങ്ങനെ തന്നെയാണ്. ഈ മരണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് ഈ ജാമ്യാപേക്ഷയിൽ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഡോക്ടർ റാമും ഡോക്ടർ സംഗീതയും പറയുന്നത്. അതായത് ഈ സംഭവ ദിവസം ഏപ്രിൽ 10 ഈ സംഭവം നടക്കുന്ന സമയത്ത് താൻ അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് റാമിന്റെ വാദം. അതേസമയം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് തൻ്റെ നമ്പർ, ഈ അധ്യാപികമാരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വാദം കൂടി ഇവർ ഇതിനകത്ത് ഈ ജാമ്യ ഹർജിയിൽ ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അതായത് രണ്ടുപേരും തലശ്ശേരി സെഷൻസ് കോടതിയാണ് സമീപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും നേരത്തെ തന്നെ ഈ രീതിയിലുള്ള ഒരു പ്രതിരോധം അത് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കോളേജ് അധികൃതരും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. യാതൊരു വിധത്തിലുള്ള ജാത്യാധിക്ഷേപവും ആ രീതിയിലുള്ള അവഹേളനങ്ങളും നടന്നിട്ടില്ല എന്നുള്ള വാദം തുടക്കഘട്ടത്തിൽ മുതൽ തന്നെ ഈ കോളേജ് അധികൃതർ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു പ്രതിരോധം തീർത്തത്. നിലവിലേതായാലും ഈ സംഭവം നടന്ന 7ാമത്തെ ദിവസം ഇരുവരും, ഡോക്ടർ റാമും ഡോക്ടർ സംഗീതയും കോടതിയെ സമീപിക്കുകയാണ്. ലോൺ ആപ്പ് തന്നെയാണ് ഈ ആത്മഹത്യക്ക് കാരണം എന്നുള്ള കാര്യം കൂടി ഏതായാലും ഈ ജാമ്യാപേക്ഷയിൽ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ദേശീയ ദന്തൽ കമ്മീഷന്റെ ഒരു നിർദ്ദേശം അത് ഈ കോളേജ് പ്രിൻസിപ്പലിന് വരുന്നത്. അത് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തരമായി അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ നിർദ്ദേശത്തിൽ പറയുകയും ചെയ്യുന്നത്. ABVP സംസ്ഥാന സെക്രട്ടറി യദുകൃഷ്ണ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ദന്തൽ കമ്മീഷൻ ഇങ്ങനെയൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനിടെ ഇന്നും വിവിധ സംഘടനകളുടെ പ്രതിഷേധം ഈ കോളേജിലേക്ക് വരുന്നതാണ് കണ്ടത്. ASFും അതുപോലെ തന്നെ BSP ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധമായി എത്തി. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച കാര്യം ഈ അധ്യാപകനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡോക്ടർ റാമും സംഗീതയും കോടതിയെ സമീപിച്ചിരിക്കുന്നു.